നമസ്കാരം. നമുക്ക് ഇഷ്ടമുള്ള ജോലി എഞ്ചിനീയറിംഗ് പഠനകാലത്ത് തന്നെ നേടിയെടുക്കുന്നതിന് ആവശ്യമായ ആഡ് ഓൺ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതു വിധേനയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ സിസ്റ്റമാറ്റിക്കായി 7 ഘട്ടങ്ങളിലൂടെ ഈ പ്രക്രിയ ചെയ്യാം എന്നുള്ളതാണ് വാസ്തവം. എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇത് അവസാനം വരെ കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് വഴി ഷെയർ ചെയ്യുക. നമുക്ക് അതിനുവേണ്ട ഉത്തരങ്ങൾ നൽകാം. നമുക്ക് അറിയാവുന്നതുപോലെ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മുടെ രാജ്യവും ലോകവും വലിയ കുതിച്ചുചാട്ടങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗിന് അവസരങ്ങൾ ധാരാളമാണ്. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് തന്നെ ഇൻഡസ്ട്രി സ്പെസിഫിക് സ്കിൽസുകൾ നേടിയെടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. പഠനത്തിൻ്റെ അവസാന വർഷം തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കേണ്ടത് എങ്ങനെ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോയിലൂടെ നമ്മൾ പഠനകാലത്ത് തന്നെ ജോലി ഉറപ്പാക്കുന്നതിന് വേണ്ട APS IPS മെത്തേഡിനെ കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ധാരാളം വിദ്യാർത്ഥികളും മാതാപിതാക്കളും ആഡ് ഓൺ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ട രീതിയെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരമായിട്ടാണ് ഈ വീഡിയോ. 30 വർഷത്തിലധികം ഇൻഡസ്ട്രീസിലും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ ഒരു ദശാബ്ദത്തിലധിക കാലം വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രിൻസിപ്പലായി പ്രവർത്തിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. തികച്ചും പ്രായോഗികമായ കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുക. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് ഇന്റേൺഷിപ്പ്, പ്രോജക്ട്സ്, ആഡ് ഓൺ കോഴ്സുകൾ എന്നിവയുടെ പ്രാധാന്യം നമുക്ക് അറിയാമല്ലോ. ഇതിൽ ശരിയായ ആഡ് ഓൺ കോഴ്സുകൾ ശരിയായ സമയത്ത് തിരഞ്ഞെടുക്കേണ്ട രീതിയെക്കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. സ്റ്റെപ്പ് 1, 1-ാം ഘട്ടം. ശരിയായ ആഡ് ഓൺ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ട ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖല അഥവാ കരിയർ ഡൊമൈൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ ബ്രാഞ്ചുകൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അത് തന്നെയല്ലേ കരിയർ ഡൊമൈൻ എന്ന് സംശയം തോന്നാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ബ്രാഞ്ചിലും വ്യത്യസ്തമായ സബ് ഡൊമൈൻസിൽ നമുക്ക് ജോലി സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മളുടെ പഠന ബ്രാഞ്ച് എങ്കിൽ അതിൽ തന്നെ സബ് ഡൊമൈനായി നമുക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധങ്ങളായ കരിയർ ഡൊമൈൻസ് കണ്ടെത്താവുന്നതാണ്. ഇത്തരം സബ് ഡൊമൈനുകൾ നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത ബ്രാഞ്ച് ഏതാണെങ്കിലും അതിൽ നിന്ന് കണ്ടെടുക്കുകയും നമുക്ക് അനുയോജ്യമായ കരിയർ ഡൊമൈൻ തിരഞ്ഞെടുക്കുകയും വേണം. എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ 1-ാമത്തെ വർഷം അവസാനത്തോടു കൂടി തന്നെ ഇത് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. നമ്മുടെ കരിയർ ഡൊമൈൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 2-ാം ഘട്ടം, സ്റ്റെപ്പ് 2, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്കിൽസ് റിക്വയർഡ് ഫോർ ദിസ് ഡൊമൈൻ. നമ്മൾ തിരഞ്ഞെടുത്ത കരിയർ ഡൊമൈൻ ഏതാണോ അതിലേക്ക് ആവശ്യം വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് 2-ാമത്തെ ഘട്ടം. കോളേജിലെ അധ്യാപകരുമായോ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായോ അല്ലെങ്കിൽ അതത് മേഖലകളിലെ എക്സ്പേർട്സുമായോ സംസാരിച്ചുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കരസ്ഥമാക്കുക. ഇനി സ്റ്റെപ്പ് 3, 3-ാം ഘട്ടം, കരിക്കുലം ഗ്യാപ്പ് ഐഡൻറ്റിഫിക്കേഷൻ. നമുക്കിഷ്ടപ്പെട്ട കരിയർ ഡൊമൈൻ തിരഞ്ഞെടുത്തു. അതിനുവേണ്ട സ്കില്ലുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇനി വേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റി കരിക്കുലത്തിൽ ഈ സ്കില്ലുകൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി കരിക്കുലവുമായി ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ഇത്തരം ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ, സ്കിൽ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അധ്യാപകരുമായി സംസാരിച്ച് മനസ്സിലാക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് എന്തെല്ലാം സ്കില്ലുകൾ കുറവുണ്ട് എന്നതിനെക്കുറിച്ചും വിശദമായി പഠിക്കുക. സ്റ്റെപ്പ് 4, 4-ാം ഘട്ടം, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിലവൻറ്റ് കോഴ്സസ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കരിയർ ഡൊമൈൻ അറിയാം, കരിയർ ഡൊമൈനിലേക്ക് വേണ്ട സ്കില്ലുകളെക്കുറിച്ച് അറിയാം, ആ സ്കില്ലുകൾ നമുക്ക് ഏതെല്ലാം കുറവുകളുണ്ട് എന്നും അറിയാം. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇത്തരം കുറവുകൾ നികത്തുന്നതിന് വേണ്ടി ഏതെല്ലാം കോഴ്സുകളാണ്, ഏതെല്ലാം ആഡ് ഓൺ കോഴ്സുകളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ശരിയായ പഠനത്തിന് ശേഷം എഞ്ചിനീയറിംഗ് പഠനകാലത്ത് തന്നെ നമ്മൾ ചെയ്തു തീർക്കേണ്ട ആഡ് ഓൺ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അടുത്തത് സ്റ്റെപ്പ് 5, 5-ാം ഘട്ടം, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് തന്നെ പഠിക്കേണ്ട ആഡ് ഓൺ കോഴ്സുകളുടെ കൃത്യമായ ലിസ്റ്റ് ഇപ്പോൾ നമ്മളുടെ കയ്യിലുണ്ട്. ഇനി ഇത്തരം കോഴ്സുകൾ നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കണം. കോഴ്സെറ, യുഡമി, എഡെക്സ് അല്ലെങ്കിൽ NPTEL തുടങ്ങി വിവിധങ്ങളായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. അടുത്തത് 6-ാം ഘട്ടം, സ്റ്റെപ്പ് 6, ഷെഡ്യൂളിംഗ് ഓഫ് ആഡ് ഓൺ കോഴ്സസ്. അടുത്ത വർഷങ്ങളിലായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ആഡ് ഓൺ കോഴ്സുകൾ എങ്ങനെയാണ് പഠിച്ചു തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഏതേത് സെമസ്റ്ററുകളിൽ ഏതേത് കോഴ്സുകളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുക. സാധാരണയായി ഒരു സെമസ്റ്ററിൽ 1-ഓ 2-ഓ കോഴ്സുകൾ മാത്രമേ ചെയ്തു തീർക്കാൻ നമുക്ക് സമയമുണ്ടാവുകയുള്ളൂ. സെമസ്റ്റർ തുടരുന്ന മുറയ്ക്കും അതോടൊപ്പം തന്നെ സെമസ്റ്റർ ബ്രേക്കിലും കോഴ്സുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ ആദ്യ വർഷം പ്രോഗ്രാമിംഗ് സ്കില്ലുകൾ, കോഡിംഗ് സ്കില്ലുകൾ എന്നിവയിലുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 2ാം സെമസ്റ്ററോ 3ാം സെമസ്റ്ററോ മുതൽ നമുക്ക് ബാക്കിയുള്ള ആഡ് ഓൺ കോഴ്സുകൾ ചെയ്തു തീർക്കാവുന്നതാണ്. ഈ രീതിയിൽ ആഡ് ഓൺ കോഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ശരിയായ സമയത്ത് പഠിച്ചു തീർക്കേണ്ട ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ഇത് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. സ്റ്റെപ്പ് 7, ടൈം ബൗണ്ട് കംപ്ലീഷൻ ഓഫ് ആഡ് ഓൺ കോഴ്സസ്. നമ്മൾ തിരഞ്ഞെടുത്ത ആഡ് ഓൺ കോഴ്സുകൾ കൃത്യമായ സമയങ്ങളിൽ ചെയ്തു തീർക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. മേൽപ്പറഞ്ഞ ഓരോരോ ഘട്ടങ്ങളിലും തീരുമാനമെടുക്കുന്നതിന് ചിലപ്പോഴൊക്കെ നമുക്ക് ധാരാളം സംശയങ്ങൾ വരാം. അതാത് സമയങ്ങളിൽ അധ്യാപകരുമായോ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായോ അല്ലെങ്കിൽ അതത് മേഖലകളിലുള്ള എക്സ്പേർട്ടുകളുമായോ സംസാരിച്ച് ഇതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഇതുപോലെ സമയബന്ധിതമായി നമുക്കിഷ്ടമുള്ള കരിയർ ഡൊമൈനിൽ നമുക്ക് അനുയോജ്യമായ ആഡ് ഓൺ കോഴ്സുകൾ ചെയ്തു തീർത്ത് അവസാന വർഷം തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ഇനി ഏതെങ്കിലും മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ കമൻസ് വഴി ഷെയർ ചെയ്യുക. അതിനനുസരിച്ച് അനുയോജ്യമായ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നന്നായി പഠിക്കുന്നതിനും നല്ല ജോലി കരസ്ഥമാക്കുന്നതിനും അതുവഴി നിങ്ങൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.